ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആവാറാവുന്നു. നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രൊമോഷൻ വർക്ക്, ഒരു കൊലാബ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മൾ അവിടെ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതെന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വെക്കാം. ഓൾറെഡി നമ്മുടെ ചിക്കുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. നമ്മുടെ ചിക്കുന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം നമുക്ക് എന്താ പ്രൊമോട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. എന്ന് പറഞ്ഞാൽ നമ്മളാണ് ആദ്യത്തെ പ്രോഗ്രാം അവിടെ ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് ഫംഗ്ഷന് ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പീസ്ഫുൾ സ്ഥലമാണ്, ഫുഡ് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടാൽ ഇനി ആ അങ്കിളിന് ആരെങ്കിലും അവിടെ വന്ന് ഇങ്ങനെ ഇതേപോലെ സെലിബ്രേഷൻസോ പാർട്ടീസോ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. ഒരു 500 മെമ്പേഴ്സിന്റെ പരിപാടിയൊക്കെ അവിടെ സുഖമായിട്ട് എന്തായാലും നമുക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരാം നമ്മുടെ ചിക്കുൻ്റെ ബർത്ത്ഡേ നടന്ന സ്പോട്ട്. ചിക്കു എന്തത്? ചിക്കു എന്തത്? ಒಳ್ಳೆ ಬಿಸ್ನೆಸ್ ಆಗಿದೆ. ನಾನು ಕೊಡ್ತೀನಿ, ಸುಮಾರು ಬಿಸ್ನೆಸ್ അപ്പോൾ ഇതാണ് വഴി. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാറിൽ വരുമ്പോൾ, അത് അത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ വഴി ഇതാണ് അങ്കിളുടെ ഹോം സ്റ്റേ. ശരിക്കും ഹോം സ്റ്റേ, പിന്നെ അങ്കിളിവിടെ ഹോം സ്റ്റേ നടത്തുന്നതാണ്. അങ്കിളിനെ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്കിൾ എന്ന് പറയുന്നത് അങ്കിൾ ആൻറ്റിനെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്കിളുടെ ഹോം സ്റ്റേ ബേസിക്കലി നടത്തുന്നത് ഇങ്ങനെ ഫംഗ്ഷൻസിനായിട്ട് 2 എൻഗേജ്മെൻറ്റ് എന്താ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ 3rd ഫംഗ്ഷൻ നമ്മുടെ ആയിരുന്നു. 2 എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് എൻഗേജ്മെൻ്റ് ആയിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളാണ് കുറച്ചൊരു 350 മെമ്പേഴ്സിനെ വെച്ചൊരു വലിയ പരിപാടി ഇവിടെ ചെയ്തത്. നമ്മളിവിടെ പന്തലിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ചെയറൊക്കെ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചെയർ വെച്ചിട്ട് ഇവിടെ ഷാമിയാന ഇട്ടിട്ട് ഇത്ര നീളത്തിൽ നമ്മൾ ഷാമിയാന ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാമിയാന ഇട്ടിട്ട് ഈ സ്പേസിലായിരുന്നു നമ്മൾ ഡെക്കറേഷൻ ചെയ്തിരുന്നത്. ഇതായിരുന്നു നമ്മൾ സ്റ്റേജ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഇതെല്ലാം സൈഡെല്ലാം ഫുള്ള് മറിച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ സ്പേസ് ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മുടെ കോഫി കൗണ്ടർ. കോഫിയും സ്നാക്സും നമ്മൾ ഇങ്ങനെ കയറി വന്നുടനെ ആൾക്കാർക്ക് കോഫിയും സ്നാക്സും നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ട് എല്ലാവരും ഇവിടെ ഇരുന്നു. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും നമ്മൾ സ്റ്റേജിൽ അങ്ങനെ കേക്ക് കട്ടിങ് സെലിബ്രേഷൻസ് അങ്ങനെ എല്ലാം ഇവിടെ ആയിരുന്നു. ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും, ഇപ്പോൾ കല്യാണം ആണെങ്കിലും എൻഗേജ്മെൻറ്റ് ആണെങ്കിലും നെയിമിങ് സെറമണി ആണെങ്കിലും ഇവിടെ സ്റ്റേജ് നല്ല അടിപൊളി ഡെക്കറേഷൻ ചെയ്തിട്ട് അത് പുറകിലോട്ട് കാണുന്നില്ലല്ലോ, ഡെക്കറേഷൻകാരുടെ കഴിവില്ലല്ലോ. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് നമുക്കിവിടെ ഇത്രയും പേർക്ക് ഇരിക്കാം. എന്നിട്ട് ഫുഡ് കൗണ്ടർ വേറെ വെച്ചാൽ മതി. ഫുഡ് കൗണ്ടർ നമ്മൾ സർപ്രൈസ്. ഇവിടെ വന്നാൽ ഇനിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഫുൾ നേച്ചർ ഫ്രണ്ട്ലിയാണ്. ബിസി ലൈഫ് എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവർക്കൊരു പ്രൈവറ്റ് പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാൻ അടിപൊളി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അല്ല അങ്കിൾ കുറേ എന്താ ഗാർഡനിങ് ഒക്കെ ഉണ്ട് അങ്കിൾക്ക്. എന്നിട്ടൊക്കെ കാണിച്ചിട്ട് അങ്കിളിന് കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മുടെ ഫംഗ്ഷന് വന്നവർ തന്നെ കുറേ പേര് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. ഇതാ ഇങ്ങനെ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. പെട്ടെന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഫംഗ്ഷന് വന്നവർ തന്നെ അയ്യോ ഈ സ്ഥലം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് റിഗ്രറ്റ് ചെയ്തവർ കുറേ പേരുണ്ട്. അവരുടെ ഫംഗ്ഷൻസ് നടത്താനായിട്ട് അവർക്ക് അറിയില്ലായിരുന്നു മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴാണ് എല്ലാവർക്കും
ഇങ്ങനെ ഒരു സ്പേസ്, ഇത് ചെറിയ ഗാർഡനിങ് ഏരിയ. പിന്നെ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത് സ്റ്റേജിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ആ വഴിയിൽ ഇവിടെയായിരുന്നു നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നത്. ഈ സ്പേസിലായിരുന്നു ഫുഡ് ചെയ്തിരുന്നത്. അവിടെ ആ സൈഡിലായിരുന്നു കുക്കിംഗ് ചെയ്തത്. അവിടെ ആ ചെറിയ കോഴിക്കൂട് കാണുന്നുണ്ട്, കോഴിക്കൂടല്ല പട്ടിക്കൂടാന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്ത് ആ ചെറിയ കാപ്പിത്തോട്ടത്തിൻ്റെ ആ സ്പേസിലായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് സ്ഥലം കൊടുത്തിരുന്നത്. അവിടെ സ്ഥലം കൊടുത്ത് പിന്നെ നമ്മളിവിടെ ചെറിയ ചെറിയ കനോപ്പീസ് എല്ലാം വെച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ ബൊഫേ സിസ്റ്റം വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല ഇട്ട് സെറ്റപ്പ് ആണെങ്കിലും ടേബിളൊക്കെ ഇട്ടിട്ട് ആക്കാം കേട്ടോ. ടേബിളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നേരത്തെ വെച്ച് ടേബിളുകളൊക്കെ ഇട്ടിട്ട് ഇലയുടെ സെറ്റപ്പ് ആക്കാം. പിന്നെ ഇവിടെ കുറച്ച് ടേബിളുകളുണ്ട്. അങ്കിളിന് ഇനിയും പ്ലാൻ ഉണ്ട് അത്ര, ഇവിടെ വാഷ്റൂംസും സ്റ്റേജും ഒക്കെ ബിൽഡ് ചെയ്യേണ്ട പ്ലാൻ ഉണ്ട് അത്ര. അതിനി ഫ്യൂച്ചർ. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ കുറേ കാപ്പിത്തോട്ടമുണ്ട്. കാപ്പിക്കുരു കാണാത്തവർക്ക് വേണ്ടി, കൊടകുള്ളവർക്കാർക്കും അല്ല ഞാൻ കാണിച്ചു തരുന്നത്, കാപ്പിക്കുരു കാണാത്തവർക്ക് വേണ്ടി ഇതാണ് പഴുത്ത കാപ്പിക്കുരു. ഇനിയും പഴുത്തത് ഇനിയും റെഡ് ആയിട്ടുണ്ടാവും, ഫുൾ ബഞ്ച് റെഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി എടുക്കും. ഞാൻ കാപ്പിക്കുരു കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഒന്നും തെന്നിപ്പോയി. ഇതായിരുന്നു നമ്മുടെ ഫുഡിൻ്റെ സ്പോട്ട്. നമ്മളിവിടെ എല്ലാം ഇങ്ങനെ കനോപ്പികൾ വെച്ചിട്ട് അതിൽ ഫുള്ള് ബൊഫേ വെച്ചിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പോയിരുന്ന് ഫുഡ് കഴിക്കാമായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് തന്നെ. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത്ര വലിയ സ്പേസിൽ എല്ലാവരും ഇത്ര നമ്മൾ 350 മെമ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ നടത്തിയെന്നുണ്ടെങ്കിലും എല്ലാവരും വന്ന് പറഞ്ഞ് ഇത്ര വലിയ സ്പേസ്, ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ആൾക്കാർ ഇത്രയും പേരുണ്ടെന്ന് അറിഞ്ഞില്ല. ഒരു ഹോളായിരുന്നെങ്കിൽ ഇപ്പോൾ തിക്കിത്തിരക്കി കൺജസ്റ്റഡ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും ഒരു അൺകംഫർട്ടബിൾ ആയിരിക്കും എല്ലാവർക്കും. ചൂടെടുക്കുന്നു, വേറെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഫാൻ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എത്ര വെയിലാണെങ്കിലും നമുക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കവറായിട്ടുള്ളത് കൊണ്ട് നല്ല ഒരു കൂൾ ഫീലായിരുന്നു. ചുറ്റിനും കാപ്പിത്തോട്ടം, നടുക്ക് ഈ ഒരു സ്പേസ്. നമുക്ക് അവിടെ സ്റ്റേജ് വെക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വലിയ ഇങ്ങോട്ട് ഇവിടെ സ്റ്റേജ് വെക്കാൻ നിങ്ങൾ ഓപ്പൺ ഏരിയ ഉണ്ട്. ഞങ്ങൾ എന്താക്കി പറഞ്ഞെങ്കിൽ ഈ ഏരിയനെ മൊത്തം ഫുഡിന് ആയിട്ട് അപ്പുറത്ത് പാർക്കിംഗ് ഇങ്ങോട്ട് മൊത്തം പാർക്കിങ്ങിലോട്ട് ഏൽപ്പിച്ചു. നിങ്ങൾ ഇൻ കേസ് അവിടെ സ്റ്റേജ് വേണ്ട, ഇവിടെ സ്റ്റേജ് മതി പറഞ്ഞെങ്കിൽ ഇവിടെ ഓപ്പൺ ഏരിയ ഉണ്ട്, സ്റ്റേജ് ഇടിക്കാനുള്ള പ്ലേസും ഉണ്ട്. അതവിടെ ഗേറ്റിൽ നിന്ന് നേരെ വരുന്ന വഴി, നമ്മളവിടെ ഗേറ്റിൽ നിന്ന് അങ്ങനെ വരുന്ന വഴി നമ്മുടെ കാറുകളൊക്കെ ഇവിടെ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു പാർക്കിംഗ് ചെയ്യാനും സ്പേസ് ഉണ്ട്. ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് പാർക്കിംഗ് ഇത് ദാറ്റ് വാസ് ഓക്കെ. എന്നാലും അങ്കിൾ പറഞ്ഞ വേറെ വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ പാർക്കിങ്ങിന് അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട്. ഈ കാപ്പിത്തോട്ടത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ പാർക്കിംഗ് വേണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ ഫെസിലിറ്റീസ് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ശരിക്കും ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പ്രോഗ്രാം ഇതാക്കണമെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മുടെ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് പോവുക, ഫുഡ് കഴിക്കുക, ഇങ്ങനെ എല്ലാവരും മൂവിങ് ആയിരുന്നതും കൊണ്ട് വണ്ടികൾ ഒരെണ്ണം പോകുമ്പോൾ ഒരെണ്ണം നിർത്തുക, അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ കൺജസ്റ്റഡ് ഒന്നും ആയില്ല നമ്മുടെ പരിപാടി നടത്താറൊന്നും. ഞങ്ങൾ ശരിക്കും ഈ ഏരിയയിൽ 2 ടേബിൾ ഇട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രൈവറ്റ് ഏരിയ പോലെ ഞാൻ ഇവിടെ കണ്ടത് ജമീലാത്തയും കുട്ടികളും അവരൊക്കെ ഒരു ഫാമിലി, ഇങ്ങനെ ചെറിയ കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന ഫാമിലി, ഇങ്ങനെ ക്രൗഡിലൊന്നും ഇതാവാൻ പറ്റാത്ത ഫാമിലിയൊക്കെ ചെറുതായിട്ട് വന്നിട്ട് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് നമുക്കായിട്ട് കിട്ടിയ പോലെ തോന്നി എനിക്ക് അവിടെ കണ്ടത്. ഉഷാമച്ചൻ്റെ ഒരു ഒക്കെ എല്ലാവരും ഇവിടെ ആയിരുന്നു. ഒരാൾ മൂവായപ്പോൾ ഇനി ഒരാളിരുന്നു. ഗേറ്റിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി ഇങ്ങനെ വന്നു. ഗേറ്റ് വന്ന് നിങ്ങൾക്ക് പാർക്കിംഗ് ഇവിടെ ആക്കുകയാണെങ്കിൽ വണ്ടി വന്ന് ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഗാർഡൻ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അങ്കിൾ ഗാർഡൻ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ് അങ്ങനെ ഉണ്ട് ഇവിടുത്തെ സ്ഥലത്ത്. അറിയാലോ, നമുക്കൊരു ചെടിക്ക് ഒരു ദിവസം ഒരു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തന്നെ വാടിപ്പോകുന്ന ചെടികളാണല്ലോ. അങ്കിൾ ഇവിടെ കുറേ മരങ്ങൾ ഇനിയും വലിയ വലുതായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിനിയും വലുതായിട്ട് വരുമ്പോൾ ഇനി ഷെയ്ഡായിട്ട് വരും. അപ്പോൾ ഇനിയും അടിപൊളിയായിരിക്കും ഈ സ്പേസ്. ഫുള്ള് നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ ഈ സ്പേസ് അടിപൊളിയായിരിക്കും. ഫുള്ള് ഈ വരുന്ന വഴിയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് റിസപ്ഷൻ, അങ്ങനെ ഒരു പ്രൈവറ്റ് റിസപ്ഷൻ, ഒരു 550 മെമ്പേഴ്സിൻ്റെ ഫംഗ്ഷൻ വരെ ഇവിടെ നടത്താം അല്ലേ ഏട്ടാ. പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ അപ്പുറത്ത് നടത്താം. അറൗണ്ട് 500, മാക്സിമം 500 വരെ നിങ്ങൾക്ക് നടത്താൻ പ്ലേസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് വരുന്ന കറക്റ്റ് പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കുശാൽ നഗറിൽ നിന്ന് മടിക്കേരി പോകുന്ന റോട്ടിൽ കൂർഗ് കൗണ്ടി എന്ന് പറഞ്ഞൊരു റിസോർട്ട് ഉണ്ട്. കൂർഗ് കൗണ്ടിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് വരുന്ന ഹൈവേയിൽ. കുശാൽ നഗർ ടു മടിക്കേരി ഹൈവേയിൽ കൂർഗ് കൗണ്ടി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് വെച്ച് ആ ലെഫ്റ്റ് എടുത്തിട്ട് കാണുന്ന സെക്കൻഡ് ഗേറ്റ്, ഫസ്റ്റ് അല്ല സെക്കൻഡ് ഗേറ്റ് അല്ല കേട്ടോ. ഫസ്റ്റ് കാണും നമുക്ക് ആ ഒരു വീട് കാണും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 7th കോട്ടെ വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ചർച്ച് കിട്ടും. ചർച്ചിന് ഒരു മിനിമം ഒരു 500 മീറ്റർ സ്ട്രെയിറ്റ് വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കൂർഗ് കൗണ്ടി ബോർഡ്, ആ ബോർഡിൻ്റെ ലെഫ്റ്റ് ഇതാ നമുക്ക് ആ വീട് കാണും. ഫസ്റ്റ് വീടിൻ്റെ നേരെ സൈഡിലുള്ള
2 ഗേറ്റ്. ഈ എസ്റ്റേറ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സുവർണമന എസ്റ്റേറ്റ് സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിൻ്റെ സ്പേസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേര് കൊടുത്തിട്ടുണ്ടാവാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രിപ്പ് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് റൂംസ് സ്റ്റേ ചെയ്യുക. ഇവിടെ 6-7 റൂംസ് എന്തോ ഉണ്ട് അങ്കിൾ. അത് റൂംസ് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിനും പറ്റും, ഇതിനും പറ്റും, എല്ലാത്തിനും പറ്റും. നമ്മളങ്ങനെ കയറി വരുന്ന വഴിയായത് സുവർണമന എസ്റ്റേറ്റ് സ്റ്റേ. കയറി വരുന്ന വഴി ഇതാണ് ഹോം സ്റ്റേ. ഹോം സ്റ്റേക്ക് ചുറ്റിനുള്ള ഈ സ്പേസാണ് ഇത്. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഒരു യൂട്ടിലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്, ഈ വീഡിയോൻ്റെ ഒരു എയിം. പട്ടികളൊക്കെ ഓടി നടക്കുന്നു. ചിക്കുട്ടാട്ട ഐശോ ചിക്കുട്ടാട്ട. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഓണർ അങ്കിൾ ആന്റി രാമകൃഷ്ണ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ ചിക്കുട്ടാട്ടക്ക്. ഇവിടെ പറ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഈ സ്പേസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കുറച്ച് പേര് കാണുന്നുണ്ട്, അല്ലാട്ടോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യണേ.